സദ്ഗുരുവേ ശരണം. പോവല്ലേ, ഇന്ന് സംസാരിച്ചിട്ടേ നിങ്ങളെ വിടുന്നുള്ളൂ. ഇന്ന് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് ഇവിടുന്ന് പോയാ മതി. റെഡിയാണോ? നമ്മൾ കുറെ നാളായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. തത്തൈ താഹ ദിത്തൈ താഹ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ഇങ്ങനെ പഠിക്കും. അങ്ങനെ സ്റ്റെപ്പ് മാത്രം പഠിച്ചുകൊണ്ടിരുന്നാ മതിയോ? പോരാ. പിന്നെന്ത് ചെയ്യണം? ഈ സ്റ്റെപ്പ് എല്ലാം കൂടെ ഇങ്ങനെ ചേർത്ത് ചേർത്ത് നമ്മളൊരു ഡാൻസ് അങ്ങ് കളിക്കണം. അതുപോലെയാണ് ഇംഗ്ലീഷ്. നമ്മൾ ഗ്രാമർ പഠിക്കുന്നു, സെന്റൻസ് പഠിക്കുന്നു, പല പല സ്ട്രക്ചറുകൾ പഠിക്കുന്നു, എല്ലാം ശരി. പക്ഷെ ഇതെല്ലാം കൂടെ തിരിച്ചും മറിച്ചും എല്ലാം ഉപയോഗിച്ച് സംസാരിക്കുമ്പോഴല്ലേ അത് കറക്റ്റ് ഒരു കാര്യമാവുന്നുള്ളൂ. അപ്പോ ഇന്ന് നമ്മൾ സംസാരിച്ചിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഇനിയിപ്പോ 7 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സുഖം പിടിച്ച് അവിടെ ഇരിക്കേണ്ട. ഇപ്പൊ ഈ നിമിഷം ഈ സെക്കൻഡിൽ നിങ്ങൾ സംസാരിക്കണം. സോ ആർ യു റെഡി? ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ വെൽക്കം ടു ഇംഗ്ലീഷ് ഗുരുസ് ബ്രാൻഡ് ന്യൂ എപ്പിസോഡ്. ഐ എം ആശാലത ശ്രീജി. ഇപ്പൊ എനിക്കൊരു ഡാൻസ് കളിക്കാൻ പോകുന്ന ഒരു മൂഡാണ്. അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. ഒരു കസേരയിലൊന്നും ഇരുന്നാൽ ശരിയാവില്ല. ആ ഒരു മൂഡിലാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ഇംഗ്ലീഷ് ഡാൻസ് കളിക്കാൻ പോവാണ്, വായ കൊണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ഞാൻ ഒരു 2-3 മിനിറ്റ് ഇംഗ്ലീഷിൽ മാത്രം കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയും. അപ്പോൾ അത് നിങ്ങൾ കേൾക്കണം. സോ ലിസണിങ് പ്രാക്ടീസ് ആണ്. നന്നായിട്ട് ലിസൺ ചെയ്യണം. എന്ത് മനസ്സിലായാലും എന്ത് മനസ്സിലായില്ലെങ്കിലും നോട്ട് അറ്റ് ഓൾ എ പ്രോബ്ലം, ജസ്റ്റ് ലിസൺ. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സെന്റൻസ് ബൈ സെന്റൻസ് ഞാൻ ഇവിടെ എഴുതി കാണിക്കും. എന്നിട്ടൊരു സിമ്പിൾ എക്സ്പ്ലനേഷൻ, കൂടുതൽ വിശദീകരണങ്ങളൊന്നുമില്ല. ജസ്റ്റ് അത് നിങ്ങളെ മനസ്സിലാക്കിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ മീനിങ് നിങ്ങൾ മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞാൽ അടുത്തത്, അവിടെയാണ് നമ്മൾ വെള്ളത്തിലേക്ക് എടുത്തു ചാടാൻ പോകുന്നത്. നീന്തലിന്റെ തിയറി അവിടെ അവസാനിക്കുന്നു. നീന്തൽ ഇനി പ്രാക്ടിക്കൽ ആയിട്ടാണ്. അപ്പോ വെള്ളത്തിലേക്ക്, ഇംഗ്ലീഷ് ആകുന്ന ആ കുളത്തിലേക്ക്, കുളം വേണ്ട, ഇംഗ്ലീഷ് ആകുന്ന ആ ഒരു സമുദ്രത്തിലേക്ക് നമുക്കത് എടുത്ത് ചാടാം. അതാണ് 3ാമത്തെ നമ്മുടെ സെഷൻ. അപ്പൊ അതില് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോ സെന്റൻസ് ആയിട്ട് ഞാൻ വായിക്കും, ഞാൻ ഉറക്കെ പറയും. എന്നിട്ട് ഞാൻ പോസ് ചെയ്യുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ പറയണം. അപ്പോ ആ നിമിഷം നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു ഇല്ലേ? അതോടുകൂടി നമ്മുടെ സ്പീക്കിംഗ് പ്രാക്ടീസിന് തുടക്കമായി. പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് നമ്മൾ ഈ സംസാരിച്ച ആ ഒരു കാര്യത്തിൽ നിന്ന് കുറച്ച് നല്ല വേർഡ്സ്, ഫ്രേസസ്, ഗ്രാമർ ഇതെല്ലാം ഞാൻ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നിങ്ങളെ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കും. അപ്പൊ ഇന്ന് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു സന്തോഷം തോന്നും, ഒരു കോൺഫിഡൻസ് തോന്നും. ഓക്കെ, അത് കഴിഞ്ഞാൽ ഈ വീഡിയോ കഴിഞ്ഞു, പക്ഷെ കാര്യം കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇന്ന് ഇത് നന്നായിട്ട് ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. കാണാതെ പഠിച്ചത് ഇങ്ങനെ പറയണം. തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ ഈ പറഞ്ഞതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇങ്ങനെ നടക്കണം പല പ്രാവശ്യം. ഇന്ന്, നാളെ, മറ്റന്നാളെ എല്ലാം ഇത് തന്നെ ഇങ്ങനെ പറയണം. എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ ഇത് നിങ്ങളുടെ ഫോണിൽ ഒന്ന് റെക്കോർഡ് ചെയ്ത് സ്വയം കേൾക്കണം. അപ്പൊ പല തെറ്റുകളും ഉണ്ടാവും, ഒരു കുഴപ്പമില്ല, ഓർമ്മ വരുന്നത് പറയാം. ജസ്റ്റ് 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പറ്റുമെങ്കിൽ എക്സലന്റ്. പക്ഷെ ഒരാഴ്ച എടുത്താലും ഒരു കുഴപ്പമില്ല, വണ്ടർഫുൾ എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ ഈ ഒരു പ്രാക്ടിക്കൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങാണ്. അപ്പൊ ഞാൻ ആദ്യം സംസാരിക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ ഒരു സിറ്റുവേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം സിറ്റുവേഷൻ വൈസ് ഇത് പഠിച്ചാൽ പിന്നെ ഇത് മറക്കില്ല. നിങ്ങൾ ഒരു പുതിയ വില്ലയിലേക്ക് താമസം മാറി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ നെയ്ബേഴ്സിനെയൊക്കെ നിങ്ങൾ ഇങ്ങനെ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ, എന്നാലും പരിചയമുണ്ട്. അപ്പോൾ നിങ്ങളുടെ നെയ്ബർ നിങ്ങളെ വീടിന് മുൻപിൽ വെച്ച് കണ്ടപ്പോൾ നെയ്ബർ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ കൊടുക്കുന്ന ആൻസർ, അതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാനിപ്പോൾ നെയ്ബറാണ്, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഹലോ, ഹൂ വിസിറ്റഡ് യു യെസ്റ്റർഡേ? I heard a lot of talking, music and laughter coming from your side. What was the occasion? ഇനി ഈ ക്വസ്റ്റ്യനുള്ള ഉത്തരമാണ് ഞാൻ പറയാൻ പോകുന്നത്. Oh yeah, sorry I didn't mention it earlier. Yesterday was my birthday. Actually, I had thought of keeping it to myself, so I didn't bother to remind anybody at home, not even my husband. But actually, my husband had been secretly planning for days to surprise me. And yesterday I was flabbergasted when our old neighbors turned up for the celebration.
The people you saw yesterday were our old neighbors, Mr. Mohan and his family. We had been so close with each other during those days. Mr. Mohan is an IT professional and his wife Seema is a homemaker. And the kids you saw were their adorable twin daughters, Ameya and Arunima. My husband had secretly invited them for the party. അപ്പൊ തുടങ്ങാം. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇതിന്റെ അർത്ഥം പറയാം. Who visited you yesterday? ആരാണ് നിങ്ങളെ ഇന്നലെ സന്ദർശിച്ചത്? വിസിറ്റഡ്. അപ്പൊ അത് പാസ്റ്റ് ടെൻസ് ആണ്, സിമ്പിൾ പാസ്റ്റ്. ഇന്നലെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവിടെ വിസിറ്റഡ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. I heard a lot of talking, music, laughter coming from there. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാൻ ഉച്ചത്തിലുള്ള സംസാരവും പാട്ടും ചിരിയും ഒക്കെ കേട്ടു. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഹേർഡ് യൂസ് ചെയ്തത്? വീണ്ടും ഇന്നലത്തെ കാര്യമാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? അപ്പൊ സിമ്പിൾ പാസ്റ്റ്. I also saw two beautiful kids roaming here and there. നല്ല ഭംഗിയുള്ള രണ്ട് കുട്ടികൾ അവിടെ ഓടിക്കളിക്കുന്നതും ഞാൻ കണ്ടു. What was the occasion? എന്തായിരുന്നു ഇന്നലത്തെ വിശേഷം? അപ്പൊ നിങ്ങൾ ഈ സാഹചര്യം ഇങ്ങനെ മനസ്സിൽ കാണണം, എന്നിട്ട് വേണം ഇത് പഠിക്കും. ഇങ്ങനെ ഒരു ചോദ്യം വന്ന ഉടനെ നമ്മൾ ഉടനെ സ്പോണ്ടേനിയസ് ആയിട്ട് ശരിയാ എന്ന് പറയില്ലേ? അതിന്റെ ഇംഗ്ലീഷാണ് യാ ഐ എം സോറി ഐ ഡിഡ്ന്റ് മെൻഷൻ ഇറ്റ് ഏർലിയർ. അയ്യോ, ഞാൻ ആദ്യം തന്നെ സോറി പറയാന്ന്, കാരണം നേരത്തെ ഈ കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാത്തത് കൊണ്ട്. ഐ ഡിഡ്ന്റ് മെൻഷൻ സൂചിപ്പിക്കുക. യെസ്റ്റർഡേ വാസ് മൈ ബർത്ത്ഡേ. ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ വാസ് എന്ന് പറഞ്ഞാൽ ആയിരുന്നു. I had planned to keep it to myself and hadn't reminded anybody at home, not even my husband. ഇവിടെ I had planned to keep it to myself. I had planned. അപ്പോൾ ഇവിടെ planned എന്ന് മാത്രമല്ല, had planned എന്ന് ഉപയോഗിച്ചിരിക്കുകയാണ്. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. കാരണം ഞാൻ അത് സീക്രട്ട് ആയിട്ട് വെക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അതാണ് കീപ് ഇറ്റ് ടു മൈസെൽഫ് എന്ന് പറഞ്ഞാൽ ആരോടും പറയേണ്ട, മനസ്സിൽ തന്നെ വെച്ചേക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ ഐ ഡിഡ്ന്റ് ബോദർ ടു റിമൈൻഡ് എനിബഡി അറ്റ് ഹോം. അപ്പോൾ ഐ ഡിഡ്ന്റ് റിമൈൻഡ് എന്ന് പറഞ്ഞാൽ ഇത് പാസ്റ്റ് ടെൻസ് ആണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് ഞാൻ ആരെയും ഓർമ്മിപ്പിക്കാൻ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ആ ഓർമ്മിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ബോദർ ചെയ്തില്ല. വേണമെങ്കിൽ എനിക്ക് ഓർമ്മിപ്പിക്കാമായിരുന്നു, പക്ഷെ ഞാൻ ഓർമ്മിപ്പിച്ചില്ല. അതിന്റെ കാരണം എന്താ? അതിനു മുമ്പ് ഞാൻ അത് വിചാരിച്ചിരുന്നു മനസ്സിൽ, ഇപ്രാവശ്യം ആരോടും പറയണ്ടെന്ന്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് അവിടെ വന്നത്. ഐ ഹാഡ് പ്ലാൻഡ്. കാരണം അങ്ങനെ വിചാരിച്ചത് നേരത്തെയാണ്. അങ്ങനെ വിചാരിച്ചത് കൊണ്ട് എന്ത് ചെയ്തു? ആരെയും ഓർമ്മിപ്പിച്ചില്ല, അല്ലേ? അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞത്. അപ്പോൾ ഓർമ്മിപ്പിച്ചില്ല എന്ന് പറഞ്ഞത് മിനിഞ്ഞാന്നോ കഴിഞ്ഞ ദിവസം ആയിരിക്കും. അതിനു മുൻപേ പ്ലാൻ ചെയ്തിരുന്നു ഓർമ്മിപ്പിക്കേണ്ടെന്ന്. അപ്പോൾ ആദ്യം പ്ലാൻ ചെയ്ത കാര്യം ഹാഡ് ചേർത്ത് പറയണം. അതാണ് പാസ്റ്റ് ടെൻസിലെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ആദ്യം നടന്ന കാര്യം നമ്മളെപ്പോഴും പാസ്റ്റ് പെർഫെക്റ്റിലാണ് പറയുന്നത്. നോട്ട് ഈവൻ മൈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിനെ പോലും ഓർമ്മിപ്പിച്ചില്ല. However, my husband had been secretly planning a surprise for me for days. However, എങ്ങനെയായാലും എൻ്റെ ഹസ്ബൻഡ് വളരെ രഹസ്യമായിട്ട് കുറെ നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹാഡ് ബീൻ പ്ലാനിങ്. ഇപ്പൊ ഇന്നലെ ആ ബർത്ത്ഡേ കഴിയുന്നത് വരെ ആ പ്ലാനിങ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. കുറേ നാൾ മുമ്പ് തുടങ്ങിയതാണ്, കുറേ ദിവസം മുമ്പ് പ്ലാനിങ് തുടങ്ങി. ഇന്നലെ ബർത്ത്ഡേയുടെ സമയം വരെ ആ പ്ലാനിങ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഹാഡ് ബീൻ പ്ലാനിങ് എന്ന് പറഞ്ഞത്. അത് ഇപ്പൊ ഇന്നലെയോ മിനിഞ്ഞാന്നോ അത് കഴിയുകയും ചെയ്തു. പക്ഷെ ആ കഴിഞ്ഞ ദിവസം വരെ, അതായത് ഇന്നലെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ടൈം വരെ പ്ലാനിങ് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ അവിടെ ഹാഡ് ബീൻ പ്ലാനിങ്. സീക്രട്ട്ലി എന്നെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഹസ്ബൻഡ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഐ വാസ് കംപ്ലീറ്റ്ലി ഫ്ലാബർഗാസ്റ്റഡ് when our old neighbors turned up for the celebration. ഫ്ലാബർഗാസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്കൊരു ഭയങ്കര സർപ്രൈസ് കിട്ടി നമ്മൾ അന്തം വിട്ടു പോകുമ്പോഴാണ് നമ്മൾ ഫ്ലാബർഗാസ്റ്റഡ് എന്ന് ആ വേർഡ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഐ വാസ് സർപ്രൈസ്ഡ് എന്ന് പറഞ്ഞാൽ പോലെ. നമ്മുടെ പഴയ നെയ്ബേഴ്സ്, ഓൾഡ് നെയ്ബേഴ്സ് ഈ സെലിബ്രേഷന് വന്നപ്പോൾ ആണ്. ടേൺഡ് അപ്പ് എന്ന് പറഞ്ഞാൽ അവർ എത്തിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി, അന്തം വിട്ടുപോയി. ദ പീപ്പിൾ യു സോ യെസ്റ്റർഡേ വേർ അവർ ഓൾഡ് നെയ്ബേഴ്സ്. നിങ്ങൾ ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ കണ്ടത് ഞങ്ങളുടെ ആ പഴയ നെയ്ബേഴ്സിനെ ആയിരുന്നു. മോഹൻ ആൻഡ് ഹിസ് ഫാമിലി. വി ഹാഡ് ഓൾവേസ് ബീൻ വെരി ക്ലോസ് ടു ദം. ഞങ്ങൾ അവരുമായിട്ട് വളരെ ക്ലോസ് ആയിരുന്നു. അന്നത്തെ കാര്യമാണ്, പണ്ട് നെയ്ബേഴ്സ് ആയിരുന്നവരുമായിട്ട് നമ്മൾ വളരെ ക്ലോസ് ആയിരുന്നു എന്ന് പറയാണ് ഇവിടെ. വി ഹാഡ് ബീൻ, കണ്ടോ, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. വി ഹാഡ് ബീൻ സോ ക്ലോസ് ടു ദം.
മോഹൻ ഈസ് എൻ IT പ്രൊഫഷണൽ ആൻഡ് ഹിസ് വൈഫ് സീമ ഇസ് എ ഹോം മേക്കർ. മോഹൻ ഒരു IT പ്രൊഫഷണൽ ആണ്. അപ്പൊ ഇത് പ്രസന്റ് ടെൻസിലേക്ക് വന്നു, കാരണം അവരിപ്പോഴും IT പ്രൊഫഷണൽ ആണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് ഈസ് എന്നല്ലേ പറയേണ്ടത്, പ്രസന്റ് ടെൻസിലാണ് നമ്മൾ പറയുക. അപ്പൊ ഇവിടെ പാസ്റ്റ് ടെൻസ് വന്നു, പാസ്റ്റ് പെർഫെക്റ്റ് വന്നു, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വന്നു, ദാ ഇപ്പോ പ്രസന്റ് ടെൻസും വന്നു. മോഹനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് അതാണ്. അപ്പൊ മോഹൻ ഈസ് എൻ IT പ്രൊഫഷണൽ ആൻഡ് ഹിസ് വൈഫ് സീമ എ ഹോം മേക്കർ, വീട്ടമ്മയാണ്. They had 2 adorable twin daughters, Ameya and Aruni. അവർക്ക് നല്ല ഓമനത്വമുള്ള ഇരട്ട പെൺകുട്ടികളാണുള്ളത്, അമേയ ആൻഡ് അരുണിമ. The kids you saw were them. നിങ്ങൾ ഇന്നലെ കണ്ടത് ആ കുട്ടികളെയാണ്. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഇതെല്ലാം അപ്പൊ ഇതെല്ലാം ഇങ്ങനെ മനസ്സിൽ ഓരോ സന്ദർഭങ്ങളായിട്ട് ഓർത്തിട്ട് നമുക്കിനി ഇതൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ ഉറക്കെ പറയണം. ഓരോ സെന്റൻസും നിങ്ങൾ ഉറക്കെ ആ തൊണ്ടയിൽ നിന്ന് ഇങ്ങനെ ശബ്ദവും ആ മസിലൊക്കെ ഇങ്ങനെ ഇളകി ആ സംസാരിക്കാനായിട്ട് നമ്മുടെ വായ പ്രിപ്പയർ ആവണം. ഇപ്പൊ നമ്മളിങ്ങനെ പല കാര്യങ്ങളും പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ബുദ്ധിയിലും മാത്രമാണ് അത് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാമെന്ന് തോന്നും, പക്ഷെ നമ്മുടെ ഈ വായയുടെ ഈ മസിലുണ്ടല്ലോ, ഈ മൗത്ത് മസിലിന് ആ ഒരു ഇത് കിട്ടുന്നില്ല. അപ്പൊ ബ്രെയിനും ആ മൗത്ത് മസിലും തമ്മിലുള്ള കോർഡിനേഷൻ വരണമെങ്കിൽ നമ്മളിങ്ങനെ ഉറക്കെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് പറഞ്ഞു നോക്കണം. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് പതുക്കെ ഇംഗ്ലീഷ് സ്വയം സംസാരിക്കാൻ പറ്റും. അപ്പൊ ആദ്യമേ നമ്മളിങ്ങനെ തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്കിങ്ങനെ കോൺഫിഡൻസ് ഇല്ലാത്തവരാണ് നമ്മളൊന്നും പറയാത്തത്. അപ്പൊ അതുകൊണ്ട് കുറെ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുകയും കൂടെ ചെയ്യണം. പഠിച്ചിട്ട് നമ്മളത് കാണാതെ പഠിച്ച് പറയണം. അപ്പോൾ ഇനി നമ്മുടെ സ്പീക്കിംഗ് പ്രാക്ടീസ് ആണ്. ഞാൻ ഓരോ സെന്റൻസും ഉറക്കെ ഒന്നുകൂടെ പറയും, നിങ്ങൾ അപ്പൊ തന്നെ റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ തുടങ്ങാം. ഹൂ വിസിറ്റഡ് യു യെസ്റ്റർഡേ? I heard a lot of talking, music and laughter from there. I also saw 2 beautiful kids roaming here and there. What was the occasion? Oh, yeah. I'm sorry I didn't mention it earlier. Yesterday was my birthday. I had planned to keep it to myself, so I didn't bother to remind anybody at home, not even my husband. But actually, he had been secretly planning a surprise for me for days. I was completely flabbergasted when our old neighbors turned up for the function. The people you saw yesterday were our old neighbors, Mr. Mohan and his family. We had been so close to them. Mohan is an IT professional and his wife Seema is a homemaker. They have 2 adorable twin daughters, Ameya and Arunima. The kids you saw yesterday were them. അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? കുറേ നല്ല വേർഡ്സും ഫ്രേസസും പഠിച്ചില്ലേ? അത് എന്തൊക്കെയാണ് നമുക്ക് ഓടിച്ച് ഒറ്റ മിനിറ്റോടെ നോക്കാം. ഐ ഹാഡ് തോട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് വിചാരിച്ചത്. അപ്പോൾ ഐ ഹാഡ് തോട്ട് ഓഫ് ഇൻവൈറ്റിംഗ് ദം, ഐ ഹാഡ് തോട്ട് ഓഫ് കോളിംഗ് ദം, ഐ ഹാഡ് തോട്ട് ഓഫ് ആസ്കിംഗ് ദം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ഞാൻ അവരോട് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നു, ഞാനത് പറയണമെന്ന് വിചാരിച്ചിരുന്നു. ഇങ്ങനെ നമുക്ക് ഡെയിലി ലൈഫിൽ പറയണ്ടേ? അപ്പൊ ഇത് നോട്ട്. കീപ്പിംഗ് ഇറ്റ് ടു മൈസെൽഫ്. എന്തെങ്കിലും കാര്യം നിങ്ങൾ ആരോടും പറയണ്ട എന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം. ഐ ഹാഡ് തോട്ട് ഓഫ് കീപ്പിംഗ് ഇറ്റ് ടു മൈസെൽഫ്. ഐ ഡിഡ്ന്റ് ബോദർ ടു ആസ്ക് ദം എന്ന് വെച്ചാൽ അവരോട് ചോദിക്കണമെന്ന് ഞാൻ അത്ര ഗൗനിച്ചില്ല. അതാണ് യഥാർത്ഥത്തിൽ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം. വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു, ബട്ട് ഐ ഡിഡ്ന്റ് ബോദർ. മനസ്സിലായി? ഹാഡ് ബീൻ പ്ലാനിങ്. ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ഹാഡ് ബീൻ പ്ലാനിങ് ടു ബൈ എ ഹൗസ്, ഐ ഹാഡ് ബീൻ പ്ലാനിങ് ടു സ്റ്റേ ദെയർ. അപ്പൊ അങ്ങനെ എന്ത് വേണമെങ്കിലും മനസ്സിൽ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് പഠിക്കാം. ടോട്ടലി ഫ്ലാബർഗാസ്റ്റഡ്.
അന്തം വിട്ടുപോയാൽ ഫ്ലാബഗാസ്റ്റഡ് എന്ന് പറയാം. ചുമ്മാ ഒരു സ്റ്റൈലിന്. ഫ്ലാബഗാസ്റ്റഡ് ഒന്നും നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കത്തില്ല, പക്ഷെ ഒരു രസത്തിന് വേണമെങ്കിൽ പറയാം. ടേൺഡ് അപ്പ് എന്ന് പറഞ്ഞാൽ അറൈവ്. മൈ റിലേറ്റീവ്സ് ടേൺഡ് അപ്പ് യെസ്റ്റർഡേ. എൻ്റെ ബന്ധുക്കൾ ഇന്നലെ വീട്ടിൽ എത്തിച്ചേർന്നു. ഓക്കെ, അപ്പൊ എത്ര നല്ല ഫ്രേസസ് ആണല്ലേ ഡെയിലി ലൈഫിൽ ആവശ്യമുള്ള എത്ര ഫ്രേസസ് ആണ് നമ്മൾ പഠിച്ചത്. എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നു നമ്മൾ ഗ്രാമാറ്റിക്കലായിട്ട് മാത്രം പഠിക്കാതെ ഇങ്ങനെയുള്ള കോൺവെർസേഷനിലൂടെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ, പ്രാക്ടീസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കേ ചെയ്യരുത്. ഓക്കെ, എന്തായാലും ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കണം. പിന്നെ കമന്റ് ഇട്ടാൽ കേമായി, സന്തോഷമായി എന്ന് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇങ്ങനെയുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് അത് എന്നെ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Until then, you take care. Sadhguru Shana.